നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് വ്യത്യസ്ത കവികൾ പല കൃതികളിലായി രചിച്ചിട്ടുള്ള ചില വരികളും ആ കൃതികളുടെ കവിതകളുടെ പേരും ഏത് കൃതികളും എന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വളരെ പ്രസിദ്ധമായിട്ടൊരു വരിയാണ്: ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ. വള്ളത്തോളിൻ്റെ ആണ്. കിളിക്കൊഞ്ചൽ എന്ന കവിതയിലേതാണ്. സാഹിത്യമഞ്ജരി 4-ാം ഭാഗത്തിലാണ് ഈ കിളിക്കൊഞ്ചൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്: ഇവനെ കൂടി സ്വീകരിക്കുക നീർതാണാലും വരളാതിന്നും കടൽ തേടുന്ന നിളാനദി. സച്ചിദാനന്ദൻ്റെ വൈലോപ്പിളിയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു അനുസ്മരണ കവിതയാണ്. അതിൽ നിന്നുള്ള വരികളാണ് ഇവനെ കൂടി സച്ചിദാനന്ദൻ. അടുത്തത്: എൻ്റെയിൽ ഇക്കൊമ്പനാനകൾ, എൻ്റെയിൽ ഈ മഹാക്ഷേത്രവും മക്കളെ. അക്കിത്തത്തിൻ്റെയാണിത്. പണ്ടത്തെ മേൽശാന്തി എന്ന കവിതയിലേതാണ്. 4-ാമത്തത്: ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഇതും അക്കിത്തത്തിൻ്റെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അതിലാണ് വരുന്നത്. 5-ാമത്തത്: കൃഷ്ണ നീ അറിയുമോ എന്നെ, കൃഷ്ണ നീ അറിയുമോ എന്നെ. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലേതാണ്. അമ്പലമണി എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത. 6-ാമത്തത്: ഒരൊറ്റ മതമുണ്ടൊലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ വരികളാണിത്. 7-ാമത്തത്: കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തി മയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്ത് വേണം. വള്ളത്തോളിൻ്റെ തോണിയാത്ര എന്ന കവിതയിലാണ്. സാഹിത്യമഞ്ജരി 3-ാം ഭാഗത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. 8-ാമത്തത്: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വൈലോപ്പിള്ളിയുടെ വിഷ്കണി എന്ന കവിതയിലാണ് ഈ വരി. കയ്പവല്ലി എന്ന സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 9: ജലഗണിക പോലവേ തരളവൻ വാഴ്വിനൊരു നളിനധനമായി നീ താങ്ങായി നിൽപ്പതും അറിയുന്നു ഞാനെന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. വൈൻവിടെ പ്രസിദ്ധമായ കവിത. ഭൂമിക്കൊരു ചരമഗീതത്തിലേതാണ് ഈ വരികൾ. അവസാനത്തത്: ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. രുക്മിണി സ്വയംവരം നമ്പ്യാരുടേതാണ് ഈ കവിത. ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള ജാലകത്തിൽ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.